വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷഫീഖ്. ഇന്നും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാട്ടോ സാരീസ് വരുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന വർക്ക് വെയർ ആയിട്ട് നമുക്ക് ഡെയിലി യൂസിനും നമുക്കൊരു ചെറിയ ഫംഗ്ഷനും എല്ലാം ട്രേപ്പ് ചെയ്യാവുന്ന സാരീസിൻ്റെ കളക്ഷൻസാണ് ഇന്ന് വരുന്നത്. എല്ലാം നമുക്ക് clouddesigns.com എന്ന വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് സെമി ജൂട്ട് സിൽക്ക് സാരീസ് ആണ്. നല്ല കലംകാരി ഡിസൈനിൽ ഡിജിറ്റൽ പ്രിന്റിൽ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് കലംകാരി ഡിസൈൻസ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഓരോ സാരീസും വരുമ്പോൾ. ഫസ്റ്റ് സാരി നല്ലൊരു ഡാർക്ക് മോവ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ കലംകാരി ഡിസൈൻസ് ആട്ടോ ഫുൾ വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മളൊരു പ്യുവർ ജൂട്ടിൻ്റെ അതേ ആ ഒരു ടെക്സ്ചറും ഫീലുമാണ് സാരിക്ക് വരുന്നത്. പക്ഷേ ഇത് വരുന്നത് സെമി ജൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ അതേ ഒരു ലുക്കിലും അപ്പിയറൻസിലും ആയിരിക്കും സാരി വരുന്നത്. കണ്ടു, ഈ ഒരു പാറ്റേണിലാണ് ഫസ്റ്റ് സാരിയിൽ കലംകാരി ഡിസൈൻസ് വരുന്നത്. ഡാർക്ക് മൗവിൽ ഒരു റോയൽ ബ്ലൂ, നേവി ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻസും ഒരു മസ്റ്റേർഡ് യെല്ലോ പാറ്റേണിലുള്ള ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. സിമ്പിൾ ജൂട്ട് വൂവൺ സ്റ്റൈലിൽ തന്നെയുള്ള ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ഒരു പ്ലെയിൻ ബോർഡറാണ് വരുന്നത് സാരി. ഇതിന് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡാർക്ക് മൗ ടോണാണ്. അതേ മൗ ടോണിൽ തന്നെയുള്ള പ്ലെയിൻ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഒത്തിരി കളർ കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതിലുള്ള ഏത് കളറിലെ ബ്ലൗസ് നമ്മുടെ ഇതിൽ കാണും. ഞാൻ ഇതിലൊരു റോയൽ ബ്ലൂ ഉണ്ട്, ആ ഒരു ബ്ലൂ ടോണുള്ള ബ്ലൗസാണ് പെയർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ഒരു ലുക്കിന് അങ്ങനെ പെയർ ചെയ്യാം. സെൽഫ് കളറിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. പല്ലു വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. മുന്താണിയിൽ ഒരു ബ്ലൂവിലുള്ള ഒരു ക്രോസ് പാറ്റേണിലുള്ള കലംകാരി ഡിസൈൻസ് വന്നിട്ട് ബോഡിയിലെ അതേ ഡിസൈനിലായിരിക്കും സാരിയുടെ മുന്താണിയിൽ ഡിസൈൻസ് വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്, നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് ജൂട്ട് സിൽക്ക് കളക്ഷൻസിൽ സെമി ജൂട്ട് സിൽക്ക് ഫാബ്രിക്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഒലിവ് ഗ്രീനിലും നല്ലൊരു ബ്രൗൺ മെറൂൺ ആ ഒരു കോമ്പിനേഷനിൽ മൾട്ടി കളറിലുള്ള കലംകാരി ഡിസൈനിലായിരിക്കും സാരിയുടെ ബോഡിയിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് കേട്ടോ. ഇതിന് ബോർഡർ വരുന്നുണ്ട്, ഡബിൾ സൈഡ് ബോർഡർ. സെയിം ഇതേ ബോർഡറിന്റെ അതേ കളർ കോമ്പിനേഷനിലായിരിക്കും ഇവിടെ ബ്ലൗസും വരുന്നത്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി. മൾട്ടി കളറിൽ തന്നെയുള്ള ടാസൽസ് എല്ലാ സാരീസിനും അറ്റാച്ച്ഡ് ആണ് വിത്ത് ബ്ലൗസ്. വീണ്ടും ഒലിവ് ഗ്രീൻ തന്നെ കേട്ടോ. നെക്സ്റ്റ് ബേസ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. കലംകാരി ഡിസൈൻ തന്നെയാണ് ഫ്ലോറൽ പാറ്റേൺ വരുന്നത്. ഡിസൈനിൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഇതും ഫുൾ ആ ഒരു പാറ്റേൺ തന്നെ, മൾട്ടി കളറിലുള്ള കലംകാരി പ്രിന്റ് വിത്ത് ഡബിൾ സൈഡ് ബോർഡർ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത് കേട്ടോ സാരിക്ക്. പല്ലു മൾട്ടി കളർ ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൽ ബ്ലൗസ് വരുന്നത്. അടുത്ത ജൂട്ട് സിൽക്ക് സാരി ബേസ് വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ്, അക്വാ ബ്ലൂ ആണോ സാരിയുടെ ബേസ് വരുന്നത്. കലംകാരി ഡിസൈൻ തന്നെയാണ്, ഫ്ലോറൽ പാറ്റേണിലെ കലംകാരി ഡിസൈൻസ് വരുന്നുണ്ട്. ഇതായിരിക്കും സ്റ്റൈൽ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആട്ടോ. നല്ല ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഡബിൾ സൈഡിലും ബോർഡർ വരുന്നത് പ്ലെയിൻ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഫ്ലോറൽ പാറ്റേണിലുള്ള കലംകാരി ഡിസൈനിൽ തന്നെ വരുന്നത്. ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ആ ഒരു അക്വാ ബ്ലൂവിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത ജൂട്ട് സിൽക്ക് വരുന്നതും വീണ്ടും അക്വാ ബ്ലൂ തന്നെ കേട്ടോ. സാരിയുടെ ബേസ് വരുന്ന അക്വാ ബ്ലൂ ആണ്. ഇതിലും കലംകാരി ഡിസൈൻസ് തന്നെയാണ്. ഫ്ലോറൽ പാറ്റേണിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫ്ലോറൽ ഡിസൈനിൽ. ഡബിൾ സൈഡ് ബോർഡർ. സാരീസ് എല്ലാം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ് കേട്ടോ. പല്ലു എന്താണ് ഈ ഒരു പാറ്റേൺ, ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത്. പീക്കോ ഗ്രീനും ഒരു സഫയർ ഗ്രീൻ എല്ലാം ചേർന്ന് വരുന്നത് നല്ലൊരു ഗ്രീൻ ടോണില് കലംകാരി ഡിസൈൻ തന്നെ കേട്ടോ കൂടി വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ കലംകാരി ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു ബ്രൗണിഷ് ബേജിലാണ് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ബോർഡേഴ്സ് വരുന്നുണ്ട് സാരിക്ക് രണ്ട് സൈഡിലും. പല്ലു സെയിം ആ ഒരു ടോൺ തന്നെ, സഫയർ ഗ്രീൻ വിത്ത് പീക്കോ ഗ്രീൻ ബ്ലെൻഡഡ് കളർ കോമ്പിനേഷനിൽ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് ജൂട്ട് സിൽക്കിലെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒണിയൻ പിങ്കിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. കലംകാരി പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഡബിൾ സൈഡ് ഗോൾഡൻ ബേജ് ടോൺ, ബ്രൗണിഷ് ബേജ് ടോണിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ബോഡി കളർ വരുന്നത് ഒണിയൻ പിങ്ക് ആണ്. ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ്. ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് പല്ലു ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ബ്ലൗസ് വരുന്നത് അതേ ഓണിയൻ പിങ്കിൽ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ ബ്ലൂഷ് ഗ്രേ ആട്ടോ. സാരിയുടെ ബേസ് വരുന്ന ബ്ലൂഷ് ഗ്രേ കലംകാരി ഡിസൈൻ വിത്ത് ഡബിൾ സൈഡ് ബോർഡർ. ബ്രൗണിഷ് ബേജിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി.
ബ്ലൗസ് ബ്ലൂഷ് ഗ്രേയിൽ തന്നെ പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു ബേബി പിങ്ക് ആണ് ടോൺ വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്കാണ്, ത്രെഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. അതൊരു കോപ്പർ ടോണിലാണ്, കോപ്പറിഷ് ബ്രൗണിലായിരിക്കും ബോർഡർ വരുന്നത്. ഇതേ കളർ ടോണിൽ തന്നെയാണ് കേട്ടോ ത്രെഡ് വർക്ക് വരുന്നത്. ഒരു ട്രീയുടെ പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ത്രെഡ് വർക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ തന്നെ മിനിയേച്ചർ സൈസിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഒരു കോപ്പറിഷ് ബ്രൗൺ വിത്ത് ബേബി പിങ്ക്, അതാണ് സാരിയുടെ കോമ്പിനേഷൻ. സാരിയുടെ ടെക്സ്ചർ കണ്ടോ, സിൽക്കി കോട്ടയാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇനി ഒരു ചെക്ക് പാറ്റേൺസ് ഉണ്ട്. ഇതൊരു സെൽഫ് വീവ് ഡിസൈനിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ഇതിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. എംബ്രോയിഡറി വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. രണ്ട് സൈഡും ഒരേ പാറ്റേൺ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബോഡി വരുന്നത് പ്ലെയിൻ ആണ്. നമ്മൾ ഫ്രണ്ട് പോർഷനും മുന്താണിയാണ് ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിൽ വരുന്നത്. പല്ലു വരുന്നതും ഈ ഒരു പാറ്റേൺ തന്നെ, ആ ഒരു കോപ്പറിഷ് ബ്രൗണിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. സെയിം ടോണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. അടുത്ത കളർ വരുന്നത് കിങ് ഫിഷർ ബ്ലൂ ആട്ടോ, പൊന്മാൻ നീലയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സോഫ്റ്റ് സിൽക്കി കോട്ട ഫാബ്രിക്കിലെ കോപ്പറിഷ് ബ്രൗണിൽ തന്നെയായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ഈ ഒരു പാറ്റേൺ വരുന്നത്. മുന്താണി വരുന്നത് അതേ സ്റ്റൈലിൽ തന്നെ വിത്ത് റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് ഒരു ക്രീമിഷ് ബേജ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതെല്ലാം കോപ്പറിഷ് ബ്രൗണിൽ തന്നെയായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. സെയിം ഡിസൈനിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. കോപ്പറിഷ് ബ്രൗണിൽ തന്നെയായിരിക്കും. അടുത്ത കളർ വളരെ സോഫ്റ്റ് കളർ കോമ്പിനേഷനാണ്, പിങ്കിഷ് പീച്ചാണ്. പിങ്കും പീച്ചും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോൺ, ഒരു പേസ്റ്റൽ ടോണിലാണ് എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നത്. കോപ്പറിഷ് ബ്രൗണിൽ തന്നെയുള്ള ത്രെഡ് വർക്കാണ്. ഒരു ട്രീയുടെ മോട്ടീവ്സിലായിരുന്നു, മരത്തിൻ്റെ ഒക്കെ മോട്ടീവ്സിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിക്ക്. കോപ്പർ ടോണിൽ തന്നെ എനിക്ക് രണ്ട് സൈഡിലും ബോർഡറും അതേ പാറ്റേണിൽ തന്നെയുള്ള മുന്താണി, സെയിം ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ബ്ലൗസ് വരുന്നുണ്ട്. അടുത്ത കളർ ബ്ലൂയിഷ് ഗ്രേ ആട്ടോ, ഒരു പൗഡർ ബ്ലൂ ബ്ലെൻഡഡ് ഗ്രേ ആണ് സാരിയുടെ കളർ. ഇതിൽ കോപ്പറിഷ് ബ്രൗണിൽ തന്നെയുള്ള ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. കോപ്പറിഷ് ബ്രൗണിൽ തന്നെ മുന്താണി ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്, പ്രൈസ് റേഞ്ച് മാറിയിട്ടുണ്ട്. ഇത് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു റെയിനി സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇത് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു സെമി സിൽക്ക് സിന്തറ്റിക് മിക്സ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ്. കളർ കോമ്പിനേഷൻ നല്ലൊരു ബേബി പിങ്ക് ആണ്. പിങ്കിലും വൈറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട് രണ്ട് സൈഡിലും. ഒരു ജാൽ പാറ്റേണിലുള്ള ഡിസൈൻസും ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. പിങ്ക് വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. മുന്താണിയും അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഇതേ ഡിസൈൻ തന്നെ ബോഡിയിലുള്ള അതേ പാറ്റേണിലാണ് സാരിക്ക് ബ്ലൗസ് വരുന്നത്, റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഫാബ്രിക് അതേ ഡിസൈൻ, കളർ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇതിൽ വൈറ്റ് ആയിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഫ്ലോറൽ പാറ്റേൺ തന്നെ വരും. ഡബിൾ സൈഡിലും ഫ്ലോറൽ ഡിസൈൻസിലുള്ള ഒരു ജാൽ പാറ്റേൺസ് വന്നിട്ട് മിഡിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. മുന്താണിയും സെയിം അതേ ഡിസൈനിൽ തന്നെ വിത്ത് ബ്ലൗസ്. അടുത്ത കളർ ലാവൻഡർ ആണ്. ഒരു ലാവൻഡറും ലൈലാക്കും കൂടി ചേർന്ന് വരുന്നത് നല്ലൊരു കളർ ടോൺ ആണ്. വൈറ്റ് തന്നെയാണ്, ഫ്ലോറൽ ഡിസൈൻസ് വൈറ്റിൽ തന്നെയായിരിക്കും വരുന്നത്. അതേ പാറ്റേൺ മുന്താണിയും സെയിം ഡിസൈനിൽ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബ്ലൗസും വരുന്നത് സാരിക്ക്. അടുത്ത കളർ നല്ലൊരു ഡസ്റ്റി പീച്ച് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഈ സാരീസ് നമ്മൾ ക്യാമറയിൽ കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നും, കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും. പക്ഷെ സാരി ഫ്ലാഷി അല്ല കേട്ടോ, മാറ്റ് ഫീൽഡ് തന്നെ വരുന്നത്. ഒരു പക്ഷേ കുറച്ചൊരു ഗ്ലോസി ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. മാറ്റ് ഫീൽഡാണ് വരുന്നത്. ഡബിൾ സൈഡിലും സെയിം ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും ബോഡിയിൽ വരുന്നത്. മുന്താണിയും സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വീണ്ടും നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷൻ, ഒരു യെല്ലോയിഷ് ഒലിവ് ഗ്രീൻ ആട്ടോ. ഒരു യെല്ലോ ടിൻറ്റഡ് ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് വൈറ്റ് കളറിൽ ഫ്ലോറൽ പാറ്റേൺ വിത്ത് പല്ലു ബ്ലൗസ്. നല്ലൊരു ഗ്രേ ആട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. ഒരു മെറ്റാലിക് ഗ്രേയിൽ വൈറ്റ് തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പല്ലു സെയിം ഡിസൈനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സാരീസിനെല്ലാം നമുക്ക് ഈ വിത്ത് ബ്ലൗസ് തയ്ക്കണമെന്നില്ല. നമുക്ക് വൈറ്റ് ഓഫ് വൈറ്റ് നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ എല്ലാ സാരിക്കും. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ. ബ്രൗൺ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം പാറ്റേൺ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് രണ്ട് സൈഡിലും വന്നിട്ട് ഇൻഡിവിജ്വലി മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരും. എന്താണ് ബ്ലൗസ്. ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡസ്റ്റി ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡിൽ. ഡസ്റ്റി ഗ്രീനിലും വൈറ്റ് തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻ. സെയിം പാറ്റേൺ പല്ലു ബ്ലൗസ്.